വെറും 5 മിനിറ്റ് കൊണ്ട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഹായ് ഗൈസ്, ദിസ് ഇസ് സർഷി. എൻ്റെ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇത് നോർമലായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ജിമ്മിന് പോകുന്ന ആളുകൾക്കും അല്ലാതെ നോർമലായിട്ടുള്ള നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ മഷ്റൂം എടുത്തിട്ടുണ്ട്, ബേബി കോൺ, അതുപോലെ തന്നെ ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ ആഡ് ഓൺ ചെയ്യുന്നത്. നമ്മുടെ യൂഷ്വലി എല്ലാ ദിവസവും ഒട്ടുമിക്ക ദിവസങ്ങളും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് ഈ ഒരു സാലഡായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് വെജീസ് ടോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സാലഡാണ്, ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം, ബ്രൊക്കോളി, അതുപോലെ തന്നെ പൊട്ടാറ്റോ, ടൊമാറ്റോ, അതുപോലെ ഒനിയൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള എന്ത് കൈൻഡ് ഓഫ് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെല്ലതും ഈ ഒരു ചെറുതാക്കിയിട്ട് സ്ലൈസ് ചെയ്ത പോലെ കട്ട് ചെയ്തേക്കാണ്. പ്രോപ്പറായിട്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് മാറ്റി വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഗാർലിക്കും കൂടെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടറാണ്. ഞാൻ എടുത്തിട്ടുള്ള ബട്ടർ എന്ന് പറയുന്നത് സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് അധികം ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിന് പകരം ഒലീവ് ഓയിലും ആഡ് ഓൺ ചെയ്യാം. ബട്ടർ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് വെജിറ്റബിൾസ് അതിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രം ഇട്ടാൽ മതി. പക്ഷേ എനിക്ക് കുറച്ച് മസാല വേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഓവർ കുക്കാവരുത്, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേനെ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. പക്ഷെ നമ്മളിവിടെ ബോയിൽഡ് എഗ്ഗാണ് എടുക്കുന്നത്, മുട്ടയല്ല പൊട്ടിച്ചൊഴിക്കുന്നത്. നിങ്ങൾക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലാസ്റ്റ് കുറച്ചൊരു എനിക്ക് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിച്ചപ്പ് ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്തിട്ട് നിൽക്കും. അപ്പം അങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്.